ഇലകളിൽ കാറ്റു പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിമനോഹരമായ കാഴ്ചയാണത്. ആ കാഴ്ചയുടെ പേരാണ് ദലമർമരം. കാറ്റ് ഇലകളോട് മന്ത്രിച്ചത് ഞാൻ നിൻ്റെ കാതിൽ പറയുന്നു. ദലമർമരം എന്ന പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിൽ നാം പരിചയപ്പെടുന്നത്. ദലമർമരം എന്നാൽ ജീവിതമുലച്ച കൊടുങ്കാറ്റ്, സംഗീതമായ ഒരവസ്ഥ. അതാണ് ദലമർമരം. പുസ്തകം എഴുതിയിരിക്കുന്നത് അഭിലാഷ് ഫ്രേസറാണ്. എഴുത്തുകാരൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന 4 വർഷക്കാലത്തെ വേദനകൾ, അവൻ്റെ ആശുപത്രിവാസം, രോഗങ്ങൾ എപ്രകാരമാണ് അവൻ്റെ ജീവിതത്തെ വെല്ലുവിളിച്ചത്, എപ്രകാരമാണ് അവൻ്റെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ നൽകിയത്, ഈ സഹനങ്ങളെയും വെല്ലുവിളികളെയും എപ്രകാരം അവന് നേരിടാൻ പറ്റി, ആ അതിജീവനത്തെക്കുറിച്ചുള്ള കുറിപ്പുകളാണ് ഈ ദലമർമരത്തിൽ. അതുകൊണ്ട് തന്നെ ദലമർമരം എന്ന തലക്കെട്ട് പോലും നമ്മെ മോഹിപ്പിക്കുകയാണ്. ഇലകളിൽ കാറ്റുപിടിക്കുന്ന ഒരവസ്ഥ. ഒരില മറ്റൊരിലയോട് ഖേദം പറയുകയാണ്. കാറ്റ് പരിശുദ്ധാത്മാവാണ്. കാറ്റേ നീ വീശണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പുസ്തകമാണിത്. കാറ്റേ നീ എൻ്റെ ജീവിതത്തിലേക്ക് വീശണമേ എന്ന് ഈ പുസ്തകത്തിലൂടെ ഓരോ വായനക്കാരും പ്രാർത്ഥിക്കുകയാണ്. എഴുത്തുകാരൻ അവൻ്റെ ജീവിതത്തിലൂടെ പ്രാർത്ഥിച്ചതുപോലെ, കാറ്റേ എൻ്റെ ജീവിതമാകുന്ന ഇലയിലേക്ക് നീ വീശണമേ എന്ന്. അതുകൊണ്ട് തന്നെ ബോബി അച്ഛൻ അവതാരികയിൽ എഴുതി വച്ചിട്ടുണ്ട്, സാധാരണ ജീവിതം അസാധാരണമായ സൗന്ദര്യത്തോടുകൂടി ജീവിക്കേണ്ടതുണ്ടെന്ന ദിശയിലാണ് ഈ പുസ്തകത്തിൻ്റെ പോക്ക്. ജീവിതത്തിലേക്ക് വന്ന കാറ്റുകളെക്കുറിച്ച്, മർമ്മരങ്ങളെക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തി വയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ. ഈ ഓർമ്മകളിലൂടെയാണ് ദലമർമരം തുടങ്ങുന്നത്. ഇലയുടെ തന്ത്രികളിൽ ആദ്യം കാറ്റിൻ്റെ ഒരു മൃദുസ്പർശം. ഉള്ളിലെ സ്വപ്നങ്ങളെയാണ് തെന്നൽ തൊട്ടുണർത്തുന്നത്. നിഗൂഢ വിഷാദങ്ങളെയും ആനന്ദങ്ങളെയുമെല്ലാം. വിഷാദങ്ങളും നിർവൃതിയും പിന്നെ ഒരു ഗീതമാകുന്നു, നാദമാകുന്നു, മൃദു മർമ്മരമാകുന്നു. കാറ്റിന് സഹസ്രഭാവങ്ങളാണ്. ഇളം തെന്നലായി, മൃദുസ്പർശമായി തലോടി തുടങ്ങുന്ന കാറ്റ് പിന്നെയൊരിക്കൽ പ്രചണ്ഡമാകുന്നു. ഇലകളെ ചുഴറ്റി വന്യവിസ്മയങ്ങളുടെ കാണാലോകങ്ങളിലേക്കെറിഞ്ഞ് വൃക്ഷത്തെപ്പോലും പിഴുതെറിയുമാറും. ഇല നിലവിളിക്കുകയാണ്, എന്നിട്ടും അതിന് ദലമർമരം എന്നു പേര്. ജീവിതത്തിൽ പല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. മർമരങ്ങൾ പല രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക്, ഇലകളായ നമ്മുടെ ജീവിതത്തിലേക്ക് പല ഭാവങ്ങളായി, അത് ചിലപ്പോൾ വന്യഭാവങ്ങളായും ഇളം തെന്നലായൊക്കെ കടന്നു വരുന്നു. എഴുത്തുകാരൻ്റെ ജീവിതത്തിലേക്ക് അത് രൗദ്രഭാവത്തിലും വന്യ സ്വഭാവത്തിലുമൊക്കെ, രോഗങ്ങളായും സഹനങ്ങളായും ഒക്കെ കടന്നു വന്നിട്ടും അദ്ദേഹം ഈ കുറിപ്പിൻ്റെ തുടക്കത്തിൽ കുറിച്ചിടുകയാണ്, നന്ദി എൻ്റെ ഇലകളെ ചുഴറ്റുകയും ചുംബിക്കുകയും ചെയ്ത കാറ്റിന്, ഏതു നിമിഷവും ഞെട്ടറ്റു വീഴാവുന്ന വെറും ഒരു ഇലയാണെന്ന അമൂല്യമായ അവബോധത്തിന്. എന്നിട്ടും ചില്ലകളോടും വൃക്ഷത്തോടും ആഴത്തിലിറങ്ങിയ വേരുകളോടും വേരിറങ്ങിയ അസംഖ്യ മൺതരികളോടും വിവരിക്കുവാറാകും വിധം ഈ ഇല ബന്ധപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന വിസ്മയകരമായ തിരിച്ചറിവിന്, എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പ്. ഇല്ല പരിഭവങ്ങൾ, കാറ്റ് കവർന്നുവിടുത്ത ഇവയെക്കുറിച്ച്. എടുത്തതെല്ലാം കാറ്റിന് അവകാശപ്പെട്ടതാണ്. നന്ദി മാത്രമേ ഉള്ളൂ കാറ്റിൻ്റെ അമൂല്യമായ ദാനങ്ങൾക്ക്. ഒരു സംഗീതം തന്നല്ലോ, ജീവൻ്റെ ഗാനം, അതുമതി, അതുമാത്രം മതി. കാറ്റിനെ സ്നേഹിക്കുന്നവർക്കും ഇലകളെ പരിഹസിക്കാത്തവർക്കും കാറ്റിൽ ജീവൻ്റെ ചില്ലകൾ കൊഴിഞ്ഞുപോയവർക്കും വേണ്ടി ഈ ദലമർമരമെന്ന് അദ്ദേഹം കുറിച്ചിടുകയാണ്. തൻ്റെ ജീവിതത്തിലേക്ക് അതിജീവിക്കാൻ സാധിച്ച ചില ഓർമ്മകളെ, എങ്ങനെയാണ്, എപ്രകാരമാണ് ജീവിതത്തിലേക്ക് വന്ന ദുരിതങ്ങളെയൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് സൗമ്യമായി നേരിടാൻ പറ്റിയത് എന്ന് ഈ ദലമർമരം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു വായനക്കാരനും ജീവിതത്തോട് ചേർത്ത് വയ്ക്കാവുന്ന വരികളാണ് ഈ ദലമർമരത്തിൽ. സ്വാഭാവികമായും സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകളുള്ളവരാണ് നാം എല്ലാവരും. മരണത്തെക്കുറിച്ചും മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള ആകുലതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ എഴുത്തുകാരൻ്റെ ജീവിതത്തിലും അദ്ദേഹം കടന്നുപോയ അനുഭവങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള മനോഹരമായ ഓർമ്മകളുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ
ആകുലതകളുണ്ട്. നീ തന്നെയാണ് എൻ്റെ സ്വർഗമെന്നുള്ള അധ്യായത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് അത് കുറിച്ചിടുന്നത്. ഒരു നദീതീരത്ത് കിടക്കുന്നവനെ പോലെയായിരുന്നു ഞാൻ. കരയിലാണ് ഞാൻ, പക്ഷേ വരമ്പിലാണ്. ഏതു നിമിഷവും നദിയിലേക്ക് വീഴാവുന്ന വിധം നേർത്ത ഒരു വരമ്പിൽ. നദി മരണമാണ്. മരണമെന്നാൽ സ്വർഗം. അനശ്വരത, നിത്യത എന്നൊക്കെയുള്ള സങ്കല്പമായിരുന്നു മനസ്സിൽ. അതെല്ലാം വിഭാവനം ചെയ്തു നോക്കി വിസ്മയിക്കുകയായിരുന്നു അക്കാലത്തെ പ്രധാന മാനസിക വ്യായാമം. സത്യത്തിൽ എപ്പോഴാണ് സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? തീർച്ചയായും അത് രോഗക്കിടക്കയിൽ, ജ്വരക്കിടക്കയിലൊക്കെയാണ്. രോഗക്കിടക്കയിൽ നിന്നാണ് പലപ്പോഴും മരണത്തെക്കുറിച്ച് പോലും നാം ആകുലപ്പെടുന്നത്. ജീവിതത്തിലേക്ക് വന്നേക്കാവുന്ന, അല്ലെങ്കിൽ ആ പ്രതീക്ഷകൾ ഉണർത്തുന്ന മരണമെന്ന ആ ഒരു സാധ്യത, അതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നതും അതിനെക്കുറിച്ച് നാം വേദനിക്കുന്നതുമൊക്കെ രോഗക്കിടക്കയിലാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലേക്കും അവിടെ നിന്ന് നാം യാത്ര പോകുന്നത്. നിങ്ങൾക്കായി ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്നും സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ വീണ്ടും ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്നും ഈശോ പറഞ്ഞ വാക്കുകൾ ഞാൻ ദൃഢമായി വിശ്വസിച്ചിരുന്നു. ഈശോ പറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായും ഒരു സ്ഥലമുണ്ടാകും. അത് എങ്ങനെയുള്ളതാണോ എവിടെയാണെന്നോ എന്നും കൃത്യമായി എനിക്ക് അറിഞ്ഞുകൂടാ. എവിടെയായിരിക്കും അത്? ആകാശമേഘങ്ങൾക്കപ്പുറത്ത്, ഗ്രഹങ്ങൾക്കും നക്ഷത്ര സമൂഹങ്ങൾക്കും അപ്പുറത്തെങ്ങോ. ഉയർത്തെഴുന്നേറ്റ ശേഷം 40-ാം ദിവസം ആകാശമേഘങ്ങളിൽ ഈശോ മറഞ്ഞു എന്നാണല്ലോ സുവിശേഷം പറയുന്നത്. അപ്പോൾ സ്വർഗം ഭൂമിയുടെ പുറത്തെവിടെയോ ആണ്. പക്ഷേ എവിടെ? ഒരു ചോദ്യമായി എഴുത്തുകാരൻ തൻ്റെ രോഗക്കിടക്കയിൽ നിന്ന് സ്വപ്നം കാണുകയാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നം. അവസാനം അദ്ദേഹം സ്വർഗത്തെക്കുറിച്ചുള്ള തൻ്റെ സാക്ഷാത്കാരം, ഈ ചിന്ത അവസാനിപ്പിക്കുന്നത് ഈ ഉത്തരത്തിലാണ്. സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയുമാകരുത്. സ്വർഗത്തെ സ്വർഗമാക്കുന്ന ഈശോയുടെ സാന്നിധ്യമാകണം നമ്മുടെ ജീവിതം. ദൈവമേ, നീ ഇല്ലെങ്കിൽ എനിക്കെന്ത് സ്വർഗം? നീ എനിക്കൊരു സ്നേഹിതനെ പോലെ. നിന്നെ പിരിഞ്ഞാൽ എനിക്കെന്തു ജീവൻ, എന്ത് ജീവിതം? നീ തന്നെയാണ് എൻ്റെ സ്വർഗം, എൻ്റെ സ്വർഗീയ ആനന്ദം. കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞു വരുന്നത് ദൈവ സാന്നിധ്യത്തിലേക്കാണ്. സ്വർഗമെന്നാൽ ദൈവ സാന്നിധ്യമെന്ന്, സ്വർഗമെന്നാൽ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ആ നിമിഷമാണ് എന്നാണ് എഴുത്തുകാരൻ തൻ്റെ ജീവിതത്തിലൂടെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അതിജീവനം, അദ്ദേഹത്തിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ് ക്രിസ്തുവിലേക്കാണ്. അതിജീവനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പിന്നീട് വരുന്നത് ഹാപ്പി ഈസ്റ്റർ എന്ന അധ്യായത്തിലാണ്. ക്രിസ്തുവിന് സംഭവിച്ച അതേ ഉയിർപ്പ് പല രോഗക്കിടക്കകളിലും സംഭവിക്കുന്നുണ്ട്. എഴുത്തുകാരൻ്റെ ജീവിതത്തിലും അത് മനോഹരമായ രീതിയിലാണ് അദ്ദേഹം ഓർമ്മിച്ചെടുക്കുന്നത്. ഉയിർത്തെഴുന്നേൽപ്പ് പോലെ പ്രകാശപൂർണമായ മറ്റൊരു വാക്കില്ല. അത് നിങ്ങൾ തിരിച്ചറിയുന്നത് മരണഭീതിയിലൂടെ തുടർച്ചയായി കടന്നു പോകുമ്പോഴാണ്. അജ്ഞാതമായ ആ മഹാ ഇരുളിൽ ഒരാൾ പ്രകാശധാര പോലെ നടന്നു വരുന്നു. അനാദികാലം മുതൽക്കേ പ്രഹേളികയായിരുന്ന മരണമെന്ന ഇരുണ്ട മുറി പൊടുന്നനെ പ്രകാശമാകുന്നു. ഇത് കേവലം ഒരു വിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു അനുഭവത്തിൻ്റെ പേരാണ്. ഒരാൾ നമുക്ക് മുമ്പേ പോയി എന്ന അറിവ് അജ്ഞതത്വത്തിൻ്റെ മഞ്ഞുമലയെ തകർക്കുന്നു. ജീവനും മരണത്തിനുമിടയിലെ ആ നനുത്ത പാടയുടെ മറുവശത്ത് ഒരാൾ നിൽക്കുന്നു എന്ന അറിവ് പോലെ മനസ്സിനെ ശാന്തമാക്കുന്ന മറ്റൊന്നില്ല. ഞാൻ ഒരു ദർശനത്തിലും ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ മടക്കയാത്രയിൽ ശ്വാസം പോലെ യാഥാർത്ഥ്യമായിരുന്നത് ക്രിസ്തുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയിൽ, ജീവിതം അദ്ദേഹത്തിന് തിരിച്ചു സമ്മാനിച്ച ആ മടക്കയാത്രയിൽ അദ്ദേഹത്തിന് കിട്ടിയ ശ്വാസത്തിൻ്റെ പേരാണ് ക്രിസ്തു. അതൊരു അത്ഭുതം പോലെയല്ല, പൂവിരിയും പോലെ, ഇളങ്കാറ്റ് വീശുന്നത് പോലെ അത്ര സ്വാഭാവികമായിരുന്നു, അത്ര സാവധാനമായിരുന്നു, പ്രകൃതിയുടെ ക്രമം തെറ്റാതെ മൃദുവായി. അതുകൊണ്ടാണ് ഉചിതമായ ഒരു പേര് ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം കൊടുത്തത്, ദലമർമ്മരം. ഇലയായ തൻ്റെ ജീവിതത്തിലേക്ക് വന്നടിച്ച ഇളം കാറ്റ്. ആ കാറ്റിന് അദ്ദേഹം കൊടുത്ത
പേരാണ് ക്രിസ്തു. ഈസ്റ്റർ പോലെ പ്രകാശമുള്ള ഒരു ദിനം വേറെന്തുണ്ട്? വേർപാടാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദനയെങ്കിൽ വീണ്ടും പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുമെന്ന ഒരു പ്രതീക്ഷ പോലെ മനസ്സിനെ ശാന്തി തരാൻ എന്തിനു കഴിയും? വർഷങ്ങളോളം നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ഡയാലിസിസ് ജീവിതവും ചികിത്സാക്രമങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ നിരാശകളിലേക്ക്, സഹനങ്ങളിലേക്കൊക്കെ തള്ളിവിട്ടിട്ടും ക്രിസ്തു എന്ന മർമ്മരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചപ്പോൾ പ്രതീക്ഷയുടെ ഉത്സവമായി അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുകയാണ്. തീർച്ചയായും അതിജീവനത്തിനു വേണ്ടി എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടുപോയ ജീവിതത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കൊതിക്കുന്ന ആർക്കും എടുത്തു വായിക്കാവുന്ന അക്ഷരക്കൂട്ടാണ് ദലമർമ്മരം. കാരണം വായിച്ചു വരുമ്പോൾ എവിടെയൊക്കെയോ നമ്മുടെ വേദനകളും നാം കടന്നുപോയ യാതനകളും നാം നേരിട്ട രോഗങ്ങളും സഹനങ്ങളുമൊക്കെ ഈ ദലമർമ്മരത്തിൽ മർമ്മരങ്ങളായി ചേർത്ത് വായിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മർമ്മരങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്കും ആഞ്ഞടിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ ദുരിതങ്ങളെയെല്ലാം അതിജീവിക്കുന്നത് ധ്യാനങ്ങളിലൂടെയാണ്. അതാണ് രണ്ടാം ഭാഗം. എപ്രകാരമായിരുന്നു ഈ മഹനീയ മുഹൂർത്തങ്ങളെയൊക്കെ അദ്ദേഹത്തിന് നേരിടാൻ സാധിച്ചത്? ആദ്യത്തെ ധ്യാനം അപ്പത്തെക്കുറിച്ചാണ്. അപ്പത്തെക്കുറിച്ചുള്ള ധ്യാനം ഇങ്ങനെയാണ്. സുവിശേഷത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. കല്ലിനെ അപ്പമാക്കി മാറ്റുക പ്രലോഭനമാണ്, സ്വയം അപ്പമായി മാറുക ദൈവഹിതവും. കല്ലിനെ അപ്പമാക്കുന്നവർക്കാണ് കൂടുതൽ കയ്യടി കിട്ടുക, അവർ ബുദ്ധിമാന്മാർ എന്ന് വാഴ്ത്തപ്പെടും. ആ രീതിയാണല്ലോ ലോകത്തിന് പ്രിയപ്പെട്ടത്. പ്രലോഭനത്തിൻ്റെ മണലാരുണ്യം എല്ലാ സാഹചര്യത്തിലുമുണ്ട്. കല്ലിനെ അപ്പമാക്കി മാറ്റാനുള്ള പിൻവിളിയും ഉണ്ടെപ്പോഴും. ഈ മരുഭൂമിയിലൂടെ അതിർത്തി കടന്ന് ഗത്സമനിലേക്കും കാൽവരിയിലേക്കും അത്താഴമേശയിലേക്കും പ്രയാണം ചെയ്യാനുള്ള നിസ്വാർത്ഥമായ ചൈതന്യമാണ് യേശോയുടെ വെല്ലുവിളി. അതാണ് എനിക്കും നിങ്ങൾക്കും മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നതും. സ്വയം അപ്പമാക്കി മാറ്റി അപരൻ്റെ വിശപ്പിന് സാന്ത്വനമാകാനുള്ള വെല്ലുവിളി. തീർച്ചയായും മനോഹരമായ ഒരു ധ്യാന വിഷയമാണിത്. എപ്രകാരമാണ് സ്വയം അപ്പമായി മാറാൻ പറ്റുന്നത്? സ്വയം അപ്പമാക്കി മാറ്റി അപരൻ്റെ വിശപ്പിന് സാന്ത്വനമാകാനുള്ള ഒരു വിളി. അതാണ് എല്ലാ വിളികളും. ജീവിതത്തിൽ ശേഷിക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം ഇപ്രകാരം മറ്റുള്ളവരുടെ വിശപ്പിന് സാന്ത്വനമാകാൻ നമുക്ക് സാധിച്ചാൽ അതാണ് തീർച്ചയായും ദൈവഹിതം. അതാണ് ദൈവത്തിൻ്റെ തിരുഹിതം. അപ്പത്തെക്കുറിച്ചുള്ള ഈ മനോഹരമായ ചിന്ത തീരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഉദാത്തമായ ഒരു പ്രതീകമാണ്. നമുക്ക് ദൈവത്തിന് നിവേദിക്കാനാവുന്നതും മനുഷ്യർക്കായി മുറിച്ചു നൽകാവുന്നതുമായ ഏറ്റവും നല്ല ദാനമാണ് അപ്പം. കല്ലുകളെ അപ്പമാക്കി അതിൻ്റെ പവിത്രതയെ നശിപ്പിക്കാതിരിക്കുക. ഞാൻ തന്നെയാണ് അപ്പമെന്ന തിരിച്ചറിവിൻ്റെ സായുജ്യത്തിൽ ക്രിസ്തുവാകുന്ന ദിവ്യകാരുണ്യത്തിൽ അലിഞ്ഞു ചേരുക. എന്തു മനോഹരമായ വരിയാണിത്. ഞാൻ തന്നെയാണ് അപ്പമെന്ന തിരിച്ചറിവിൻ്റെ സായുജ്യത്തിൽ ക്രിസ്തുവാകുന്ന ദിവ്യകാരുണ്യത്തിൽ അലിഞ്ഞു ചേരുക. പലപ്പോഴും നമുക്ക് സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ക്രിസ്തുവാകുന്ന ദിവ്യകാരുണ്യത്തിൽ അലിഞ്ഞു ചേരാൻ പറ്റാവുന്നത്. എപ്പോഴാണ് ക്രിസ്തുവാകുന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്? ഓരോ ദിവസവും നിരനിരയായി വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പല വാതിലുകളിലൂടെ ദേവാലയത്തിൻ്റെ പുറത്തേക്ക് നാം പോകും. ചോദ്യമിതാണ്, നിനക്ക് ക്രിസ്തുവാകാൻ പറ്റിയോ? നിനക്ക് ദിവ്യകാരുണ്യമാകാൻ പറ്റിയോ? വാർത്തകളിലും ചർച്ചകളിലുമൊക്കെ ഇന്ന് ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു കാര്യമാണ് ആത്മഹത്യകൾ. എന്താണ് ആത്മഹത്യകളുടെ ഉറവിടം? എവിടെയാണ് കാര്യങ്ങൾ തെറ്റിപ്പോകുന്നത്? മാധ്യമങ്ങളും സാമൂഹിക പ്രവർത്തകരുമൊക്കെ ഇതിൻ്റെ ഉറവിടം തേടി നടക്കുകയാണ്. ആത്മഹത്യയെക്കുറിച്ച്, ജീവൻ്റെ ആ ഒരു അവസാനത്തെക്കുറിച്ച് ഇദ്ദേഹം കുറിക്കുന്നത് ഇപ്രകാരമാണ്. പെരുകുന്ന ആത്മഹത്യകൾ സൂചിപ്പിക്കുന്നത് ദാരിദ്ര്യത്തെയല്ല, ഏകാന്തതയെയാണ്.
മുറിച്ചു മാറ്റപ്പെടുന്ന ഹൃദയചില്ലകളുടെ ഏകാന്തതയാണ് എല്ലാ ആത്മഹത്യകളുടെയും കവാടം. കൂട്ട ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് പോലും ഈ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. സമൂഹത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടതിൻ്റെ ഏകാന്തത. ഒരുമിച്ച് മരിക്കാം എന്ന ക്ഷണത്തിന് തീർച്ചയായും ഒരുമിച്ച് ജീവിക്കാമെന്ന തീരുമാനവുമായി വലിയ അന്തരമുണ്ട്. ഒരുമിച്ച് മരിക്കുമ്പോൾ രണ്ടുപേരും ഏകാകികളാണ്. രണ്ടുപേരും പരസ്പരം താങ്ങും സാന്ത്വനവുമാകുന്നില്ല. ആരും ഒരുമിച്ച് മരിക്കുന്നില്ല എന്നതാണ് സത്യം. കാര്യങ്ങൾ വഷളാകുന്നത് ഏകാന്തതയിലാണ്. മരണത്തെക്കുറിച്ച് പോലും ചിന്തകൾ പോകുന്നത് ഏകാന്തതയിലാണ്. ഈ ഏകാന്തതയിൽ നിന്ന് മനുഷ്യന് മാറി നടക്കാൻ പറ്റുമ്പോൾ, ഈ ഏകാന്തതയിൽ നിന്ന് ജീവനെ അല്പം കൂടി സ്നേഹിതരിലേക്ക് തിരിച്ചുവിടുമ്പോഴാണ് ജീവിതം കൂടുതൽ സുന്ദരമായി മാറുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും ഉണ്ടാകേണ്ടത് സുഹൃത്താണ്, ചങ്ങാതിയാണ്. ജീവിതം തുറന്നു വയ്ക്കാൻ, ജീവിതത്തെ മറ്റുള്ളവരോട് തുറന്നു പറയാൻ ഒരു ചങ്ങാതി. ആ ചങ്ങാതി ഇല്ലാതെ പോകുമ്പോഴാണ് ഏകാന്തതകളുടെ ആരംഭം, മരണത്തെക്കുറിച്ചുള്ള ചിന്തകളുടെ ആരംഭം. ആത്മസുഹൃത്ത് ഒരു ദൂതനാണ് എന്നാണ് അഭിലാഷ് പറയുന്നത്. ആത്മസുഹൃത്ത് ഒരു ദൂതനാണ്, ദൈവത്തിൻ്റെ. നമ്മുടെ ഏകാന്തതകളെ ചുംബിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹാദരങ്ങൾ. അത് ആരുമാവാം, അമ്മയോ അപ്പനോ ആരും, ഭാര്യയോ കൂട്ടുകാരിയോ പെങ്ങളോ, ഇങ്ങനെ ആരുമാകാം. ചിലപ്പോൾ സുഹൃത്താകാം, ചിലപ്പോൾ നമ്മുടെ ആരുമല്ലാത്ത ഒരാളാകാം. പറയല്ലേ എനിക്കൊരു ആത്മസുഹൃത്തിനെ ആവശ്യമില്ലെന്ന്. ഗെത്സമനികൾ ജീവിതത്തിലേക്ക് വരുമ്പോഴേ അറിയൂ അതിൻ്റെ വില. ഒരിടനെഞ്ച്, ഒരു മാലാഖ, ഒലിവ് മരത്തിൻ്റെ ഒരു ചില്ല. ദൈവമയക്കുന്ന ദൂതൻ ഏതു രൂപത്തിലും വന്നോട്ടെ, ആ ദൂത് നമുക്കാവശ്യമില്ലെന്ന് മാത്രം പറയരുത്. ജീവിതത്തിലേക്ക് വരുന്ന ചങ്ങാതികളെ ചേർത്ത് പിടിക്കുക. കൂട്ടുകൂടി വരുന്ന സൗഹൃദങ്ങളെ കൂട്ടുവെട്ടി മടക്കി വിടരുത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ജീവിതത്തിൽ ഏകാന്തത നമുക്ക് നഷ്ടപ്പെടും. എപ്പോഴും സൗഹൃദങ്ങളുടെ ഉത്സവമായി നമ്മുടെ ജീവിതം മാറും. ബന്ധങ്ങളുടെ ആഘോഷമായി നമ്മുടെ ജീവിതം മാറും. അവിടെയാണ് അതിജീവനത്തിൻ്റെ രണ്ടാം തുടക്കം. നമുക്ക് നമ്മുടെ ഏകാന്തതകളെ ധ്യാനിക്കാം. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഏകാന്തതയുണ്ടെങ്കിൽ തീർച്ചയായും ദൈവമയച്ച ദൂതനെ നാം മാറ്റി നിർത്തിയിട്ടുണ്ട്. നമുക്ക് തേടിപ്പോകാം. സിമിത്തേരികൾ പറയുന്നതാണ് അടുത്ത ധ്യാനം. കല്ലറകളിലേക്ക് പോകാനും സിമിത്തേരിയിലേക്ക് നോക്കാനുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന, പേടിയുണ്ടായിരുന്ന ഒരു കാലം, ഒരു കുട്ടിക്കാലം നമുക്കുണ്ട്. പക്ഷേ സിമിത്തേരിയിലേക്ക് നമ്മുടെ കാഴ്ചകളെ നാം കൊണ്ടുപോകണം. സിമിത്തേരികളും പല കഥകളും പല അനുഭവങ്ങളും നമ്മോട് പറയുന്നുണ്ട്. സ്വർഗത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത് പോലെ തന്നെ സിമിത്തേരികളെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിച്ചാലോ? നമ്മുടെ ധ്യാന വിഷയത്തിലേക്ക് നമ്മുടെ സിമിത്തേരി പ്രവേശനം നമുക്ക് ധ്യാനമാക്കാം. സിമിത്തേരികളെ ധ്യാനിക്കുമ്പോൾ കിട്ടുക മരണത്തിൻ്റെ പാഠങ്ങൾ മാത്രമല്ല, കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന തലമുറകളുടെ ചരിത്രമാണ്, അതിൻ്റെ ചിത്രമാണ്. അതീതകാലങ്ങളിലേക്ക് പടർന്നു പോകുന്ന മനുഷ്യവംശത്തിൻ്റെ ബന്ധങ്ങളുടെ ചിത്രം. അതിനുള്ളിൽ ഉറങ്ങുന്ന മനുഷ്യനിലൂടെ അയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുമായി ചിന്തയിൽ നാം ബന്ധപ്പെടുന്നു. അയാളുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കാണാത്ത, അറിയാത്ത ഒരുപാട് ലോകങ്ങളെ തൊടുന്നു, തലമുറകളെ തൊടുന്നു. അങ്ങനെ ഓരോ ശവകുടീരത്തെയും ധ്യാനിച്ചു പോയാൽ ഏതേതു കാലങ്ങളിലേക്കും ഏതേത് അനുഭവങ്ങളിലേക്കുമാണ് നമ്മൾ എത്തിച്ചേരുക? ഓരോ സിമിത്തേരിയും അടക്കം ചെയ്യപ്പെട്ട അനുഭവങ്ങളുടെ, ബന്ധങ്ങളുടെ ഒരു പ്രപഞ്ചമായി മാറുന്നുണ്ട്. പലപ്പോഴും ഈ സിമിത്തേരി നമ്മെ ചിന്തിപ്പിക്കുന്നത്, നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പല ബിംബങ്ങളാണ്, പല മുഖങ്ങളാണ്. അതിലുറങ്ങുന്ന മനുഷ്യർ, അവർ കടന്നുപോയ അനുഭവങ്ങളുടെയും അവർ നേരിട്ട അതിജീവനത്തിൻ്റെയും ഒക്കെ കഥകളുണ്ട് സിമിത്തേരികളിൽ. അതുകൊണ്ട് തന്നെ സിമിത്തേരി മരണവും ജീവിതവുമാണ്. ജീവിതത്തിൻ്റെ പൊള്ളത്തരത്തെ മാത്രമല്ല, അതിൻ്റെ ആഴങ്ങളെ കൂടിയാണ് സിമിത്തേരികൾ തുറന്നു കാട്ടുന്നത്.
സർവലൗകികമായ മനുഷ്യബന്ധങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന കവാടം കൂടിയാകുന്നു സിമിത്തേരികൾ. ജീവിതത്തെ ധ്യാനിച്ചു തുടങ്ങാൻ ഏറ്റവും മനോഹരമായ ബിംബം സിമിത്തേരിയാണ്. ഈ സിമിത്തേരിയിലേക്കുള്ള യാത്രയിലേക്ക്, ആ യാത്രകളിലേക്ക് നാം ഒരു സ്വപ്നയാത്ര ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ ഈ മനുഷ്യജീവിതത്തിലെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം. ദലമർമരത്തിൻ്റെ ഓർമ്മകളിലൂടെ നാം സഞ്ചരിച്ചു. പിന്നീട് വന്നത് ധ്യാനമായിരുന്നു. ഇനി മർമരങ്ങളാണ്. ഇലകളിലേക്ക് വന്ന കാറ്റിനെക്കുറിച്ചുള്ള മർമരങ്ങൾ. ചുറ്റിനും 1000 പേരുണ്ടെങ്കിലും ആന്തരികമായി നമ്മളൊക്കെ ഒറ്റയ്ക്കാണ്. മനുഷ്യൻ ഒറ്റയ്ക്ക് മാത്രം നേരിടേണ്ട ചില ഘടകങ്ങളുണ്ട് ജീവിതത്തിൽ. ആത്മാവിൻ്റെ സമസ്യകൾ. ഉള്ളിലേക്കുള്ളിലേക്ക് ചെല്ലുന്തോറും നാം അറിയുന്നു ഏകാകിയായ ആദത്തെ. ആത്മാവിൻ്റെ പരമാണുവിൽ ഓരോ മനുഷ്യനും ഓരോ ആദം. ഓരോ വിധിയും ഓരോ ജീവിത നിയോഗവും അയാൾക്കു മാത്രം സ്വന്തമായത്. ഹൃദയം പകുത്തു നൽകിയ ആത്മസുഹൃത്തിന് പോലും അപരിചിതനായിത്തീരുന്ന, രക്തബന്ധങ്ങൾ അപ്രസക്തമാകുന്ന, തികച്ചും ഒറ്റയ്ക്ക് നിൽക്കേണ്ട ആദിബന്ധത്തിൻ്റെ മഹാഭൂമികയിൽ സൃഷ്ടിയും സൃഷ്ടാവും മാത്രം. ഓരോ കണക്കും എനിക്കും ദൈവത്തിനുമിടയിൽ. ദൈവത്തിനു മുമ്പിൽ ഞാൻ ഒറ്റയ്ക്കായി നിൽക്കുന്നു. സത്യത്തിൽ ഏറ്റവും മനോഹരമായൊരു ചിന്ത അതുതന്നെയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടത് ഒറ്റയ്ക്കാണ് എന്ന ചിന്ത. അവിടെ എൻ്റെ മാതാപിതാക്കളില്ല, എൻ്റെ ഭാര്യയില്ല, എൻ്റെ ഭർത്താവില്ല, എൻ്റെ മക്കളില്ല, എൻ്റെ ചങ്ങാതിമാരില്ല, ആരുമില്ല. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്കാണ് എന്ന ചിന്ത. ആകാശത്തിലെ നനുത്ത വെളിച്ചത്തെ നോക്കി നിങ്ങൾ പറയുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല. ആത്മാവിൻ്റെ അഗാധമായ ഉള്ളറകൾക്കുള്ളിൽ നിലാവ് നിങ്ങളോട് പറയും, നീയും ഒറ്റയ്ക്കല്ല. ദൈവം നമ്മോട് പറയുകയാണ്, നീ ഒറ്റയ്ക്കല്ല. അപ്പോൾ ആരാണ് നമ്മുടെ കൂടെ? അത് ദൈവമാണ്. മുമ്പ് ധ്യാനത്തിൽ നാം തിരിച്ചറിഞ്ഞതുപോലെ ദൈവമെന്ന സമസ്യയിലേക്ക്, ദൈവത്തിലേക്ക് നാം പ്രവേശിക്കുന്നതാണ് ഏറ്റവും വലിയ ധ്യാനം. ആ ഒന്നാകലിലാണ് അപ്പം ദിവ്യകാരുണ്യമായി തീരുന്നതും ആ ദിവ്യകാരുണ്യത്തിൽ നാം ചേരുന്നതും. ആ ഒരു ആത്മബന്ധത്തിലേക്കാണ് എഴുത്തുകാരൻ ഈ മർമരത്തെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് കാറ്റായി വീശുന്നത്? അത് ദൈവമാണ്. നാം ഒറ്റയ്ക്കായി പോകുമ്പോൾ നമ്മുടെ ജീവിതമാകുന്ന ഇലയിലേക്കടിക്കുന്ന ഇളം തെന്നലാണ് ദൈവം. ആ കാറ്റാണ് ദൈവം. ഏതു നിമിഷവും ഞെട്ടറ്റു വീഴാവുന്ന ഇലകളാണ് നാം, പഴുത്തും പഴുക്കാതെയും. നാം കണ്ടു ദലമർമരത്തിലെ കാറ്റിനെക്കുറിച്ച്. അത് പല രീതിയിൽ ഇലകളാകുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്ന്. പഴുത്തും പഴുക്കാതെയും ഞെട്ടറ്റു വീഴാവുന്ന ഇലകൾ. ഹരിത സ്വപ്നങ്ങൾ ഇലയ്ക്ക് അവകാശപ്പെട്ടതാണ്. ജീവൻ്റെയും വസന്തത്തിൻ്റെയും സ്വപ്നങ്ങൾ. ജീവശ്വാസമായും വസന്തത്തിനു പിന്നിലെ ഊർജമായും. അതെ, മണ്ണിലിടിയുന്ന ഇലയ്ക്കും സ്വപ്നങ്ങൾ സൂക്ഷിക്കാൻ അവകാശമുണ്ട്. മണ്ണാണല്ലോ സൃഷ്ടിയുടെ ഉറവിടം, ആദിരൂപം. വീണ്ടും മണ്ണിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് പുനർജനി തന്നെയാണ്, ആത്മാവിലുള്ള വീണ്ടും ജനനം. സത്യത്തിൽ സുവിശേഷത്തെക്കുറിച്ചുള്ള മറ്റൊരു ഓർമ്മപ്പെടുത്തലാണ് ഇത്. ആത്മാവിൽ വീണ്ടും ജനിക്കുക എന്ന് നാം വചനത്തിൽ വായിച്ചു കേൾക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു അതിജീവനം സംഭവിക്കണം. എപ്പോഴെങ്കിലുമൊക്കെ പറന്നു പോയേക്കാവുന്ന അല്ലെങ്കിൽ ഞെട്ടറ്റു വീഴാവുന്ന ഒരു ഇലയാണല്ലോ നമ്മുടെ ജീവിതം. അങ്ങനെ വരുമ്പോൾ എപ്രകാരമാണ് നമുക്ക് അതിജീവനം സാധ്യമാകുന്നത്? വീണെടുത്തു നിന്ന് എഴുന്നേൽക്കണമെന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ എപ്പോഴാണ് നമുക്ക് അതിജീവനം സാധ്യമാകുന്നത്? ഞെട്ടറ്റു വീഴുന്ന ഇല ഉണങ്ങി പഴുത്ത് അത് മണ്ണിലേക്ക് ആഴ്ന്നു പോകുമ്പോൾ വീണ്ടും അതിന് ഒരു ജീവിതമുണ്ടാകുകയാണ്. വീണ്ടും മണ്ണിൽ നിന്ന് തുടങ്ങുകയാണ്. ഒരു പുനർജനിയായി അത് പുനർജനിക്കുകയാണ്. ദൈവമേ, ഈ ഇലയ്ക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം അവസാനിപ്പിക്കുന്നത്. ഈ ഇലയ്ക്ക് നന്ദി. വൃക്ഷത്തിനും മണ്ണിനും ജലത്തിനും ഞെട്ടടർത്തി വീഴ്ത്തുന്ന കാറ്റിനും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് എഴുത്തുകാരൻ തൻ്റെ ഈ മർമരത്തെ അവസാനിപ്പിക്കുന്നത്. കാരണം ജീവിതമാണ് ഇല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഈ ഇലയിലേക്ക് വന്ന കാറ്റിന് നന്ദി.
വൃക്ഷത്തിന് നന്ദി, മണ്ണിന് നന്ദി, ജലത്തിന് നന്ദി. ഇതെല്ലാം പല അനുഭവങ്ങളാണ്, ജീവിതത്തിലേക്ക് വന്ന പല ബന്ധങ്ങളാണ്, പല ഓർമ്മകളായൊക്കെ നമ്മുടെ ജീവിതത്തെ അത് കൊണ്ടുപോകുകയാണ്. ദലമർമരത്തിലെ മനോഹരമായൊരു ചിന്ത അത് ശൂന്യതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഉണർവിനൊപ്പം മാഞ്ഞുപോകുന്ന സ്വപ്നത്തെ ശൂന്യതയായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. എന്നിട്ടും ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങളെ സൃഷ്ടിക്കുന്നത് ഈ ശൂന്യത തന്നെയാണ്. ജീവിതത്തിൽ പലപ്പോഴും നാം ശൂന്യരാകുന്നുണ്ട്. എപ്പോഴാണ് നാം ശൂന്യത അനുഭവിക്കുന്നത്? ദൈവമേ, നീയായിരുന്നല്ലോ എൻ്റെ ശൂന്യതയായി നിറഞ്ഞു നിന്നത്. എൻ്റെ ശൂന്യതയുടെ സ്വപ്നങ്ങളായിരുന്നല്ലോ എൻ്റെ നഗരം പണിഞ്ഞത്. ശൂന്യതയിൽ നിന്ന് ഞാൻ പെറുക്കിയെടുത്ത സ്വപ്നത്തിൻ്റെ വിത്തുകൾ. സത്യത്തിൽ നിറയ്ക്കാനുള്ളത് ദൈവത്തെയാണ്. എന്നിൽ ശൂന്യമായി പോയത് ഈ ദൈവസാന്നിധ്യമാണ്. നഷ്ടപ്പെട്ടു പോയ ഈ ദൈവസാന്നിധ്യത്തെ നിറച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യത മാറി. നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യത മാറി നമ്മുടെ ജീവിതം ദൈവസാന്നിധ്യത്താൽ നിറയുന്ന ഒരു നിമിഷം. നീയല്ലെന്ന് ഞാൻ കരുതിയ, ഞാൻ പോലുമല്ലെന്ന് ഞാൻ വിശ്വസിച്ച മഹാശൂന്യതയിലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. ദൈവത്തെക്കുറിച്ചുള്ള മനോഹരമായ ചിന്തയാണിത്. ഞങ്ങളുടെ ശൂന്യാകാശങ്ങളാണ് നിൻ്റെ ആവാസഗേഹം. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിടങ്ങളിൽ നീ നിറയുകയാണ്, വെളിച്ചമായും ചിലപ്പോൾ ഇരുളായും. ശൂന്യതയെ ഞാനിനിമേൽ ശൂന്യത എന്ന് വിളിക്കില്ല. ദൈവമേ, നീയാണ് എൻ്റെ ശൂന്യാകാശം. എൻ്റെ ഭിക്ഷാപാത്രം നിറയ്ക്കുന്ന കൃപയുടെ അപ്പം നീയാണ്. നിനക്കാണ് സ്തോത്രഗീതം. ശൂന്യതയിൽ നിന്ന് ഉയരുന്ന ഓടക്കുഴൽ നാദം നീയാണ്. എഴുത്തുകാരൻ തൻ്റെ അതിജീവനത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് കുറിക്കുന്നത്: ദൈവമേ, നീയാണ് എൻ്റെ ശൂന്യാകാശം. എൻ്റെ ഭിക്ഷാപാത്രം നിറയ്ക്കുന്ന കൃപയുടെ അപ്പം നീയാണ്. നമ്മുടെ ജീവിതത്തിലുമുണ്ട് ശൂന്യതകൾ. ആ ശൂന്യതകൾ ദൈവമാണ് എന്ന തിരിച്ചറിവിൽ എത്തുമ്പോഴാണ് ജീവിതം കൂടുതൽ കൃപകളായി മാറുന്നത്, കൂടുതൽ സ്തോത്രഗീതമായി ദൈവത്തിന് കൊടുക്കാൻ നമുക്ക് പറ്റുന്നത്. അതുകൊണ്ടാണ് എഴുത്തുകാരൻ ഇപ്രകാരം കുറിച്ചിട്ടിരിക്കുന്നത്: ദലമർമരം ഒരു നിമിത്തമാണ്, കാലം കരുതി വച്ച ഒരു നിയോഗം. തിരിഞ്ഞു നോക്കുമ്പോൾ വഴിയിൽ പെയ്തു തീർന്ന മഴയുണ്ട്. മരങ്ങളിൽ കാറ്റു ബാക്കി വച്ചിട്ട് പോയ കവിതയുമുണ്ട്. കാറ്റു പറഞ്ഞു വച്ചിട്ട് പോയ വാക്കുകളാണ് വീണെടുത്തു നിന്ന് എഴുത്തുകാരനെ നടത്തിച്ചത്. ദലമർമരം എന്നത് വെറും ഒരു പുസ്തകമായി അല്ല ഇവിടെ തീരുന്നത്. ഈ അക്ഷരങ്ങളോട്, അതിജീവനത്തിൻ്റെ അക്ഷരങ്ങളോട് നമുക്ക് കടപ്പാടുണ്ടാകുകയാണ്, ബഹുമാനമുണ്ടാകുകയാണ്. ഇലയ്ക്ക് കാറ്റ് കവിതയാകുമ്പോൾ മഴയ്ക്ക് ആകാശം കൂടാരമൊരുക്കുന്ന ഒരവസ്ഥ. ദലമർമരത്തിൻ്റെ പ്രമേയം തന്നെ ഇലകളിൽ സംഗീതം മീട്ടുന്ന കാറ്റാണ്. അപ്പോൾ നമ്മുടെ വാക്കിൻ്റെ നന്മകൾക്ക് ശരിയായ ഉടയോൻ മറ്റൊരു ചൈതന്യമാണ്. സത്യത്തിൽ ദലമർമരം എന്ന പുസ്തകം ഏതൊരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്കും അവൻ്റെ അതിജീവനത്തിൻ്റെ കഥയായി മാറും. കാരണം എവിടെയൊക്കെയോ ഒളിച്ചിരിക്കുന്ന വേദനകളും അസ്വസ്ഥതകളും സഹനങ്ങളുമൊക്കെ ഈ ദലമർമരത്തിലുമുണ്ട്, നമ്മുടെ ജീവിതത്തിലുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇലകളാകുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കാറ്റായി, മർമരങ്ങളായി ആരൊക്കെയോ കൂട്ടുവരുന്നുണ്ട്. ആ മർമരങ്ങളെ അതിജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത്. ഈ പുസ്തകം ഇദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു ദുരന്തവും അവസാനമല്ല, ഒരു മൗനവും നിതാന്തമല്ല. പ്രകാശവും സംഗീതവും വീണ്ടും പിറക്കും. ഉലച്ചു കടന്നു പോകുന്ന കാറ്റ് തന്നെ വീണ്ടും ഒരിക്കൽ സിംഫണിയാകും. ഇലക്കൂട്ടത്തിൻ്റെ ആഹ്ലാദാരവങ്ങളെ ജനം എന്തും വിളിച്ചോട്ടെ. ഇലകളുടെ കലമ്പലെന്നോ ദലമർമരമെന്നോ എന്തും. ഉള്ളിലൊരു സംഗീതമുണ്ടായാൽ മതി. അനാദിയും അനന്തവുമായ ജീവൻ്റെ സംഗീത ഉത്സവം. അതുമാത്രം മതി സുഹൃത്തെ, ഒരായുസ് കൊണ്ടാടാൻ.